നമസ്കാരം, ഞാൻ ഡോക്ടർ മനോഹരൻ. ലീഫ്ടെക് മെഡിലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വമായ സ്വാഗതം. ഇന്നത്തെ യാത്ര ചരിത്രങ്ങളും അതിലേറെ വിവാദങ്ങളും ഉയർത്തിയിട്ടുള്ള തോട്ടപ്പള്ളി സ്പിൽവേ കാണുന്നതിനായാണ്. ഇനി മഴക്കാലമായാൽ എന്നും പത്രത്താളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അതേ തോട്ടപ്പള്ളി സ്പിൽവേ കാണുന്നതിന് തന്നെയാണ് ഈ യാത്ര. ഈ യാത്രയിൽ എന്റെ സുഹൃത്ത് വിജയകൃഷ്ണനും ഉണ്ട്. മാത്രമല്ല, ഇന്നത്തെ വീഡിയോഗ്രാഫിയും അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും മഴക്കാലമാകുമ്പോൾ മുതൽ എല്ലാ മാധ്യമങ്ങളിലും ഇടം പിടിക്കുന്ന രണ്ടു പ്രധാന കഥാപാത്രങ്ങളാണ്. തണ്ണീർമുക്കം ബണ്ടിനെക്കുറിച്ചു ഒരു വീഡിയോ പ്രത്യേകമായി ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ മിക്കവാറും അതായിരിക്കും. കുട്ടനാട്ടിലെ കൃഷിക്കാരും മത്സ്യബന്ധനം നടത്തുന്നവരും രണ്ടു ചേരിയായി നിന്നുകൊണ്ട് തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും തുറക്കണം എന്നും അതല്ല അടക്കണം എന്നും തർക്കിക്കുന്നു. അത് അടച്ചാലും തുറന്നാലും ഏതെങ്കിലും ഒരു കൂട്ടർക്ക് നഷ്ടവും മറ്റൊരു കൂട്ടർക്ക് ലാഭവുമാണ്. അത് അവരുടെ ജീവിത പ്രശ്നവുമാണ്. അതുകൊണ്ടുതന്നെ ഇതിന് എങ്ങനെ ഒരു പരിഹാരം കാണും എന്നു ചിന്തിക്കണം. കേരളം ഏത് കക്ഷി ഭരിച്ചാലും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുക എന്നത് ബുദ്ധിമുട്ടാണ്. വെറുതെ അതാതു കാലത്തെ സർക്കാരുകളെ പഴിച്ചിട്ടും പ്രാഗിയതുകൊണ്ടും എന്തു പ്രയോജനം? ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തോട്ടപ്പള്ളി സ്പിൽവേ കേരളത്തിലെ ഒരു പ്രധാന ജലസംഭരണ വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനമാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടിലെ വെള്ളപ്പൊക്ക പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ സ്പിൽവേ നിർമ്മിച്ചത്. തോട്ടപ്പള്ളിയിലെ ഈ ജലനിർഗമന സംവിധാനം കുട്ടനാടിന്റെ കാർഷികവും ജലസംഭരണപരവുമായ ജീവിതത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമായതിനാൽ വർഷം മുഴുവൻ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടേക്ക് വരുമ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേയെക്കുറിച്ച് ഷട്ടറുള്ള ഒരു തടയണ എന്നു മാത്രമായിരുന്നു എന്റെ ധാരണ. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ഇത് മറ്റൊരു ലോകമാണെന്ന് തോന്നി. ഈ കടപ്പുറത്തെ കറുത്ത മണലും വിശാലതയും ഒക്കെ ചേർന്നു മറ്റേതോ ഒരു ഗ്രഹത്തിൽ എത്തിപ്പെട്ടതുപോലെ തോന്നി. ഒരു വല്ലാത്ത ഫീൽ. ഇതു നല്ലൊരു ബീച്ച് ആണ്. വലിയ തിരകൾ ഒന്നും ഇല്ല, നല്ല കാറ്റും ഉണ്ട്. പക്ഷേ വേലിയേറ്റ സമയം ഇവിടമാകെ ഉപ്പുവെള്ളം കൊണ്ട് നിറയും. എങ്കിലും ഈ കറുത്ത വൃത്തിയുള്ള തീരവും നുരഞ്ഞു പതഞ്ഞു പാഞ്ഞു വരുന്ന കടലും അത് അനുഭവിച്ചു തന്നെയറിയണം. തോട്ടപ്പള്ളി എന്ന ഈ പ്രദേശമാകെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയാണ്. സ്പിൽവേ മാത്രമല്ല ഇവിടെ കാണാനുള്ളത് എന്നു ഇവിടെ എത്തുമ്പോൾ മനസ്സിലാകും. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇവിടെ ഒരു പാലമുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ പൊക്കക്കുറവ് വലിയ വള്ളങ്ങളുടെയും ജങ്കാറുകളുടെയും യാത്രക്കു ബുദ്ധിമുട്ടുണ്ടാക്കിയതിനാൽ 2015 ഇങ്ങനെ ഒരു പാലം ഇവിടെ പണിയുകയായിരുന്നു. കാഴ്ചയിൽ തോന്നുമെങ്കിലും ഇതൊരു തൂക്കുപാലമല്ല. കുട്ടനാട്, ലോവർ കുട്ടനാട് പ്രദേശങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന പമ്പ, മണിമല, അച്ചൻകോവിൽ നദികളിൽ നിന്നുള്ള വെള്ളം വേമ്പനാട്ട് കായലിൽ എത്തുമ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. പണ്ടൊക്കെ കർഷകർ പാട്ടം ചുറ്റൽ എന്ന താൽക്കാലിക അണക്കെട്ടുകൾ നിർമ്മിച്ച് ഇവിടെ വെള്ളം തടഞ്ഞിരുന്നു. എന്നാൽ ഇത് വലിയ വെള്ളപ്പൊക്ക സമയത്തൊന്നും പ്രയോജനപ്പെടാറില്ല. ബ്രിട്ടീഷ് ഭരണകാലത്തെ ചില പഠനങ്ങൾ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തോട്ടപ്പള്ളിയിൽ ഒരു സ്പിൽവേ നിർമ്മിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചെങ്കിലും ഈ പദ്ധതി നടപ്പാക്കാൻ ബ്രിട്ടീഷുകാർ അത്ര താൽപര്യം കാണിച്ചില്ല. എന്നാൽ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അന്നത്തെ സർക്കാർ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ തീരുമാനിച്ചു. ഇതിന്റെ ഫലമായി 1949-50 കാലഘട്ടത്തിൽ ശ്രീ ജോസഫ് ജോണിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കുട്ടനാട് പ്രതിനിധി സമിതി തോട്ടപ്പള്ളിയിൽ ഒരു സ്പിൽവേ നിർമ്മിക്കാൻ ശുപാർശ ചെയ്തു. അങ്ങനെ കേരള ജലസേചന വകുപ്പും സെൻട്രൽ വാട്ടർ കമ്മീഷനും ചേർന്ന് സ്പിൽവേയുടെ രൂപകൽപ്പന തയ്യാറാക്കി.
ഈ സ്പിൽവേയുടെ ലക്ഷ്യം കുട്ടനാട്ടിലെ അധിക ജലം അറബിക്കടലിലേക്ക് ഒഴുക്കുക, അതുപോലെ ഉപ്പുവെള്ളം കായലിലേക്ക് പ്രവേശിക്കുന്നത് തടയുക എന്നതൊക്കെയായിരുന്നു. അങ്ങനെ 1964-65 കാലഘട്ടത്തിൽ കുട്ടനാട് വികസന പദ്ധതിയുടെ ഭാഗമായി തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിക്കുകയും ഇതുവഴി വേമ്പനാട്ട് കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുകയും ശക്തമായ ഒരു ഷട്ടർ സംവിധാനം ഉപയോഗിച്ച് ഈ ജലപ്രവാഹം നിയന്ത്രിക്കുകയും ചെയ്തു പോരുന്നു. ഇതു കടലിലെ വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം കായലിലേക്ക് പ്രവേശിക്കുന്നത് തടയുകയും പമ്പ, മണിമല, അച്ചൻകോവിൽ എന്നീ നദികളിലെ അധിക ജലം കടലിലേക്ക് ഒഴുക്കി കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ജലനിരപ്പ് നിയന്ത്രിച്ചതിലൂടെ കുട്ടനാട്ടിൽ ഇരട്ട 3 അടി വിള നടത്താനും ഇന്നു സാധിക്കുന്നു. അതുപോലെ തന്നെ ശുദ്ധജലവും ഉപ്പുവെള്ളവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താനും ഇതുവഴി സാധിക്കുന്നു. സെക്കൻഡിൽ 19,500 ഘനമീറ്റർ വെള്ളം ഒഴുക്കിക്കളയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഇത്. എന്നാൽ നിർമ്മാണത്തിനു ശേഷം ഇന്നു സെക്കൻഡിൽ 600 ഘനമീറ്റർ വെള്ളം മാത്രമേ ഇതിലൂടെ ഒഴുക്കിക്കളയാൻ കഴിയൂ എന്ന് കണ്ടെത്തി. മഴക്കാലത്ത് ശക്തമായ കടൽക്കാറ്റ് വീശുന്നതിന്റെ ഫലമായി കുട്ടനാടൻ ജലനിരപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമുദ്രനിരപ്പ് ഉയരുന്നതും മാത്രവുമല്ല, സ്പിൽവേയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് മണൽത്തിട്ടകൾ രൂപപ്പെടുന്നതും ലീഡിംഗ് കനാലിന്റെ വീതി കുറവുമാണ് ഇത്രയും വെള്ളം സ്പിൽവേയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതായത്. ഇതാണ് ഒഴുക്കിന്റെ അളവ് കുറയാൻ കാരണവും. എന്നാൽ കാലാന്തരത്തിൽ മണൽ ഒഴുകിയെത്തുന്നതും സ്പിൽവേയിലൂടെയുള്ള ജലപ്രവാഹം കുറയാൻ ഒരു പ്രധാന കാരണമായി. ഇത് പരിഹരിക്കുന്നതിനായി നിരന്തരമായ ഡ്രെഡ്ജിംഗ് ഇവിടെ ആവശ്യമായി വന്നു. ഷട്ടറുകൾ ശരിയായി നിയന്ത്രിക്കാതിരിക്കുമ്പോൾ ഉപ്പുവെള്ളം കൈയിലേക്ക് കടന്ന് കൃഷിയെ ബാധിക്കുന്നു. അതുപോലെ 2018 ഭീകരമായ വെള്ളപ്പൊക്ക സമയത്ത് ഈ സ്പിൽവേ പൂർണ്ണമായി പ്രവർത്തിക്കാതെ വന്നു. ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ പിന്നീട് സ്പിൽവേയെ ആധുനികവൽക്കരിക്കാനും വികസിപ്പിക്കാനും തീരുമാനിച്ചു. അങ്ങനെ 2020കളിൽ കേരള സർക്കാർ ഇവിടെ ഒരു അധിക സ്പിൽവേ അല്ലെങ്കിൽ എസ്പാലിയർ നിർമ്മിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പരിസ്ഥിതി പ്രതിസന്ധികൾ കാരണം ഇതിന് പല ഭാഗത്തുനിന്നും എതിർപ്പുകൾ ഉണ്ടായി. ഇപ്പോൾ സ്പിൽവേയുടെ കാര്യക്ഷമത നിലനിർത്താൻ ഡ്രെഡ്ജിംഗ് നടത്തുന്നു. ഈ കാണുന്ന മണൽമല അനധികൃതമല്ല, ഇതു ട്രെഡ്ജ് ചെയ്തു കിട്ടുന്ന മണലാണ്. നല്ല ഒന്നാംതരം മണൽ. ഇവിടെ ട്രെഡ്ജിംഗ് പണി കോൺട്രാക്ട് എടുത്തിരിക്കുന്നവരാണ് ഇതിന്റെ അവകാശികൾ എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. വീടുപണിക്കൊക്കെ ഇന്നു പാറപ്പൊടിയാണല്ലോ കൂടുതലും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവർ ഇത് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുന്നത്. അതും അനധികൃതമൊന്നുമല്ല. ആവശ്യക്കാർ അവരെ സമീപിക്കുക. ഇതൊക്കെ അവിടെ നാട്ടുകാരിൽ ചിലരോട് ചോദിച്ചു മനസ്സിലാക്കിയതാണ്. ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ അസത്യവുമായിരിക്കാം. എന്തായാലും എനിക്കു ഇതിൽ ഒരു പങ്കുമില്ല. കണ്ടപ്പോൾ ചോദിച്ചറിഞ്ഞ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു, അത്രമാത്രം. തോട്ടപ്പള്ളി സ്പിൽവേ കേരളത്തിന്റെ ജലസംഭരണ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. 1960കളിൽ നിർമ്മിച്ച ഈ ജലനിർഗമന സംവിധാനം കുട്ടനാടിനെ പല പ്രാവശ്യം വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ മണൽ കൂടിച്ചേരൽ, ഉപ്പുവെള്ള പ്രവേശനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഒരു പരിധിവരെ ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് സത്യം. ഇവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ ജീവിത പ്രശ്നമാണിത്. അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ആദ്യം വേണ്ടതു ഒരു രാഷ്ട്രീയ സമവായമാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഒന്നിനും ഒരു പരിഹാരമാകില്ല. രാഷ്ട്രീയമായതുകൊണ്ടു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും വേണ്ടപ്പെട്ടവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തു അതൊക്കെ അവസാനിപ്പിച്ചു സാങ്കേതികമായ നല്ലൊരു പരിഹാരം കണ്ടെത്തുകയാണ് ഇവിടെ ഈ ദുരിതക്കേത്തിൽ മുങ്ങിത്താഴുന്ന പാവം ജനത്തിനു ആവശ്യം എന്നു മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടു ഞാനീ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തന്നെ മറ്റൊരു മുഖമായ തണ്ണീർമുക്കം ബണ്ടിന്റെ കഥയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ കാണുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി അപ്പോൾ കാണുന്ന ഓപ്ഷനുകളിൽ മുകളിൽ വരുന്ന ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു വയ്ക്കുക. അതുപോലെ ഈ ചാനലിൽ നിന്നുമുള്ള പോഡ്കാസ്റ്റുകൾ ഇപ്പോൾ യൂട്യൂബ് പോഡ്കാസ്റ്റിലും മറ്റു പോഡ്കാസ്റ്റുകളിലും കേൾക്കാൻ കഴിയുന്നതാണ്. അതിനായി ലീഫ്ടെക് ഇന്ത്യ എന്നു സെർച്ച് ചെയ്താൽ മതിയാകും. വിശദമായി വായിച്ചറിയാൻ ലീഫ്ടെക് ഇന്ത്യ ബ്ലോഗ് സ്പോട്ട് സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ലീഫ്ടെക് മെഡിലൈഫ് സൈനിങ് ഓഫ്.